നമ്മളുമൊക്കെ ഒരു കാലത്ത് അങ്ങനെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായ അനുഭവം ഉണ്ട് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അടി വെച്ച് കൊടുത്തിരുന്നു. കളിയുടെ ഇടയിൽ എന്തോ പറഞ്ഞതിനാണ്. അന്ന് പിന്നീട് ഭയങ്കര പൊരിഞ്ഞടിയായിട്ടൊക്കെ മാറി. ഗ്രൗണ്ടിൽ കിടന്ന് അടി കൂടി ഹെഡ് മാസ്റ്റർ പിടിച്ച് രണ്ടുപേരെയും നല്ല പെട്ടപടച്ചു. പക്ഷേ ഒടുവിൽ ഒരു 4-5 വർഷം മുമ്പ് അതിൽ നമ്മുടെ ഒരു പ്രിയ സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിന് വളരെ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇങ്ങനെ നമ്മളിരുന്ന് ആലോചിക്കുമല്ലോ. അപ്പോഴാണ് നമുക്കൊരു സങ്കടം ഉണ്ടാവുക. അയ്യോ, പണ്ട് ഇയാളെ നമ്മൾ തല്ലിയതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലുകൂടിയതല്ലേ. ഒരു കാലഘട്ടത്തിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ കോളേജിൽ സംഭവിക്കുന്നത് സൂക്ഷിച്ചു വേണം. അതിന് പിന്നിൽ മറ്റ് ചില ആളുകളുടെയൊക്കെ പ്രേരണയും ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഒന്ന്, നിങ്ങൾ ഇപ്പോൾ വാങ്ങി വെച്ചാൽ അത് ജീവിതകാലം മുഴുവൻ പിടിപ്പത് പണിയാവും. നട്ടലിനുള്ള പരിക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. തലയ്ക്ക്, നട്ടലിന്, ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക്. 2, കേസിൻ്റെ കാര്യമാണ്. ഇപ്പോഴല്ല നിങ്ങളത് അനുഭവിക്കാൻ പോകുന്നത്. കുറച്ച് വർഷം ഇങ്ങനെ നടക്കേണ്ടി വരും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പോയി പഠിച്ച് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുക പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമല്ല. അതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞാണെങ്കിലും. കാര്യം അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക.